പ്രവീൺ നാരായൺ, ഇപ്പോൾ ആശ്വാസമാണോ അതോ ആശങ്കയാണോ? ഇനി 3 ദിവസത്തിനുള്ളിൽ കാര്യങ്ങളിൽ ഇനിയും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനുശേഷം സിനിമ തിയേറ്ററിൽ എത്തണമല്ലോ. വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിക്കാനാകുമെന്നാണോ ഇപ്പോഴത്തെ പ്രതീക്ഷ? അതെ, ഈ ഒരു മൊമെൻറ്റ് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ അത് തന്നെയാണ്. വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ, അതായത് ജൂലൈ, അതായത് സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് കിട്ടുന്നു അതിനുശേഷം മാത്രം നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഈ കടന്നുപോയ ദിവസങ്ങൾ നിങ്ങൾ അതിനോട് ഏറ്റുമുട്ടിയ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എന്ന് താങ്കളടക്കം പറഞ്ഞു. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ ബുദ്ധിമുട്ടിയത്? ഇത് ഇനിയിപ്പോൾ ഒരു സെൽഫ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ടതിലേക്ക് കൂടിയാണല്ലോ. നിങ്ങൾ ഭയക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയക്കണം എന്നൊരു കാര്യം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ 96-ൽ 2 വന്നിട്ടുള്ളൂ, 2 കട്ടയുള്ളൂ, 2 കാര്യങ്ങളിലേക്ക് അത് ചുരുക്കി എന്ന് പറയുമ്പോഴും ആ 2 കാര്യങ്ങളും വേണ്ടതാണ് എന്ന അഭിപ്രായം താങ്കൾക്കുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേർക്കെങ്കിലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. 4ാമത്തെ ആളുടെ അഭിപ്രായം ഞാൻ തേടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന് അറിയാനൊരു കൗതുകമുണ്ട്. അല്ല, ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല നടന്നത്. ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഡയറക്ടർക്കറിയാം, അത് അവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണത്. അപ്പം അവിടെ എത്തുന്ന മൊമെൻറ്റിൽ പെട്ടെന്നത് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത നിസ്സഹായതയിലായിപ്പോവും. ഇത് നമ്മുടെ കയ്യിൽപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളിത് ആരോടാണ് സംസാരിക്കുക, എന്താണ് സംസാരിക്കുക, ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ വീണ്ടും ദിവസങ്ങളെടുക്കുന്നു. അതിനെ തുടർന്ന് കോടതിയിലെത്തുന്നു. ഇപ്പോൾ അത് കോടതിയുടെ അണ്ടറിലുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സമയം എന്ന് പറയുന്നത് അതൊരു കമ്മോഡിറ്റിയാണ്. സിനിമ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ IPR റൈറ്റ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. 2022 അദ്ദേഹമായിട്ട് ഞാൻ കരാറിൽ ഏർപ്പെട്ടതാണ്, കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്സുമായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകുന്ന അവസ്ഥ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അത് എത്രത്തോളം എൻ്റെ സിനിമയെ ബാധിക്കാതെ ഞാനത് സേഫാക്കുക എന്നുള്ളൊരു തലത്തിലായിരുന്നു ഞാൻ ഈ കാര്യത്തിൽ നോക്കിക്കണ്ടത്. പ്രവീൺ, ഇതിപ്പോൾ കോടതി നിങ്ങൾക്കൊപ്പമാണ്. ആദ്യം മുതലുള്ള പരാമർശങ്ങൾ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ കോടതി പറയുന്നുണ്ടായിരുന്നു. അത്രയുമൊക്കെ കോടതി പിന്നെ പതിവിന് വിരുദ്ധമായി കോടതി തന്നെ പോയി സിനിമ കാണുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അസാധാരണമായ ചില നടപടികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും അവസാനം ഒരു ഒത്തുതീർപ്പിലേക്കാണ് എത്തേണ്ടി വരുന്നത്, വിട്ടുവീഴ്ചയിലേക്കാണ് എത്തേണ്ടി വരുന്നത്. അത് നൽകുന്ന സൂചന എന്താണ്? ഇത് വിട്ടുവീഴ്ച എന്നതിനേക്കാൾ ഉപരി ചില കാര്യങ്ങളിൽ, അതായത് ഇപ്പം ഇത് ഒരു വൈഡ് സ്കോപ്പിലുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് അവർ നമ്മളോട് പറയുന്നത്. കാരണം ഡയറ്റി, സീതാദേവി, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഏകദേശം 140 കോടി ജനങ്ങൾ ജീവിക്കുമ്പോൾ അവരെ ഏത് രീതിയിൽ ബാധിക്കും, എങ്ങനെ ബാധിക്കും എന്ന് ഉള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണല്ലോ സെൻസർ ബോർഡ് നിൽക്കുന്നത്. അപ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട്. സമൂഹത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവർ തീർച്ചയായിട്ടും റീഡ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാലാനുസൃതമായിട്ട് ഒരുപക്ഷെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സിനിമ, ഇപ്പം അവരാദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അതങ്ങനെ ചെയ്ത സിനിമ പുറത്തിറക്കുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് പ്രൊഡക്ഷനും പ്രൊഡ്യൂസറും എൻ്റെ കൂടെ തന്നെയാണ് നിന്നത്. നമ്മൾ കഴിഞ്ഞ 27-ന് റിലീസായേണ്ട ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് ഈ നിമിഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതിന് കയറുന്ന ഇൻട്രസ്റ്റ് അത് ഭീമമാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ബുധനാഴ്ച തീർച്ചയായിട്ടും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തന്നെയാണ് 100% വിശ്വസിക്കുന്നത്. ഇതിൽ നായകനായി എത്തുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായി തന്നെ വരുന്ന ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോടതി ഉത്തരവിന് ശേഷം, ഈ ഒത്തുതീർപ്പിന് ശേഷം അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നോ? കാര്യങ്ങൾ അറിയിച്ചപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? ഇതിന് ഒത്തുതീർപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ CBFCയുടെ അഡ്വക്കേറ്റും സ്റ്റാൻഡിംഗ് കൗൺസിൽ അല്ലെങ്കിൽ അവരും കൃത്യമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തുതീർപ്പിനേക്കാൾ ഉപരി സിനിമ ഇറങ്ങുവാനാണ് എല്ലാവരും ശ്രമിച്ചത് എന്നാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പം ഫെഫ്കയുടെ സൈഡിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെ ഫെഫ്കയുടെ എല്ലാ അസോസിയേഷനും നിർലോഭമായ പിന്തുണ. ഒരു തരത്തിലും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ കൃത്യമായ സമയത്ത് ഇടപെടുകയും ഓരോ നിമിഷം
നിമിഷങ്ങളിലും ഫോണിൽ കൂടെ ഇന്നും എനിക്ക് തോന്നുന്ന ഒരു എത്രയോ തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിച്ച ഓരോ നിമിഷവും എനിക്ക് ധൈര്യം തരികയും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് എന്താ പറയുന്നത്, എന്നെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അതിൽ എനിക്ക് ഒരിക്കലും മറക്കാത്ത പേരാണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ. കാരണം ഞാനൊക്കെ ദൂരെ നിന്ന് നോക്കി കണ്ടിട്ടേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഒത്തുതീർപ്പെന്ന് ഒരിക്കലും അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഈ സിനിമ ഇറങ്ങുക എന്നുള്ളതാണ് ഇരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും ചേർന്നൊരു ശ്രമം നടത്തുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സിനിമ എത്രയും വേഗം തിയേറ്ററിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് OTT പ്ലാറ്റ്ഫോമിന്റെ വിഷയം അവിടെ നിൽക്കുകയാണ്. അതിന്റെ സമയവും അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അറിയാനാകുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ തീർപ്പാക്കലാണല്ലോ നടന്നിരിക്കുന്നത്, പറഞ്ഞു തീർപ്പാക്കൽ. ആ തീർപ്പാക്കൽ രണ്ട് ഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ട വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഈ കോടതിക്കകത്തെ കാര്യങ്ങളിൽ, കോടതിയിലെ വിചാരണ നടപടികളുടെ സംഭവങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണം, അല്ലേ? അതുകൂടാതെ അന്യമതസ്ഥനാണ് വിചാരണ ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ക്രോസ് വിസ്താരത്തിന് വരുന്നത് അഭിഭാഷകനായി എന്നതൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അതെങ്ങനെയാണ് സെൻസർ ബോർഡ് പറയുന്നത്? അവരത് അവിടെ കൗണ്ടർ ഫയലിൽ അങ്ങനെ കോടതിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കും അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കൃത്യമായ കാരണം നമ്മോട് പറഞ്ഞിട്ടില്ല. എങ്കിലും സിനിമയിൽ രണ്ടിടത്തായിട്ട്, അതായത് ആദ്യം അവർ സംസാരിച്ചനുസരിച്ച് ഏകദേശം 96 സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുക, റീഡബ് ചെയ്യുക, ചില സീനുകളുണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടെ നിന്നൊക്കെ മാറി അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ അവരും അതിൻ്റെ ഒരു കാര്യം ഉൾക്കൊള്ളുകയും അതിന് പ്രകാരമാണ് ഇന്ന് രാവിലെ സെൻസർ ബോർഡിൻ്റെ സൈഡിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ സാർ പറഞ്ഞതുപോലെ അവരുടെ സൈഡിൽ നിന്നാണ് ഇങ്ങനൊരു സജഷൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് നമ്മളത് കൂടി ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണുണ്ടായത്. ഈ അവസാന ഭാഗത്ത് ഈ പറയുന്ന കോടതിക്കകത്തെ രംഗങ്ങളിൽ നായികയുടെ പേര് പറയാൻ പറ്റില്ല, അതൊക്കെ മ്യൂട്ട് ചെയ്യണമല്ലോ. അത് എത്രത്തോളം അത് ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്? കാരണം സാധാരണഗതിയിൽ കോടതിയിൽ ഈ കോടതി നടപടികൾക്കിടയിൽ ആ പേര് വിളിക്കും, ആ പേരിൻ്റെ ഭാഗത്ത് മ്യൂട്ട് ചെയ്ത് പോവുക എന്നുള്ളത് അതൊരു സിനിമയുടെ ഭംഗിയെ നശിപ്പിക്കില്ലേ? അതിൻ്റെ ഒരു ഫ്ലോയെ ബാധിക്കാതിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എങ്കിലും ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുപക്ഷെ അങ്ങനെയല്ല, അതായത് ഇപ്പോൾ കോടതി അതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, അങ്ങനെ ഒരു സിനിമയാണ്, കോർട്ട് റൂം ഡ്രാമ ജോണറിലുള്ളൊരു സിനിമയാണ്. അതിൽ ഏറിയ പങ്കും സിനിമ നിൽക്കുന്നത് കോടതിക്കകത്താണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലല്ല അവർ പറഞ്ഞത്. അവർ സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട്. ഇത്ര സമയത്തിനകത്ത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു 3-4 സ്ഥലങ്ങളിൽ ജാനകി എന്നുള്ള നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. അതിൻ്റെ കാരണം അവർ കൃത്യമായിട്ട് നമ്മളെടുത്ത് സംസാരിച്ചിരുന്നു. അഭിഭാഷകൻ ക്രോസ് വിസ്താരം ചെയ്യുന്നതാണോ അവിടെ ആ പേര് പറയരുതെന്നാണോ? അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ മാത്രമല്ല, അതിനേക്കാൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു പേര് നമ്മുടെ ഓപ്പോസിറ്റ് കഥാപാത്രം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ പറഞ്ഞ ഡയലോഗുകളിലാണ് അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത്. അത് സിനിമയ്ക്കകത്ത് നിൽക്കുന്നതും സിനിമ റിലീസ് ആകാത്തത് കൊണ്ടും എനിക്ക് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. മനസ്സിലായി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.